ഇവിടെ 10 സെന്റ് സ്ഥലത്തില് 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് 72 ലക്ഷം രൂപ ചോദിക്കുന്ന വീട് പാല വൈക്കം റോഡിൽ, പാല എറണാകുളം റൂട്ടിൽ ഹൈവേയിൽ നിന്നും ഒരു 300 മീറ്റർ ദൂരം മാത്രം പോയാൽ ബസ് റോഡിൽ നിന്ന് 100 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇത് മീനച്ചൽ ഹോംസ്. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ ഇവിടെ പാലായിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന വഴിക്ക് 10 സെൻറ്റ് സ്ഥലത്തിൽ 1650 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് നല്ല ഒരു ഓമനത്തമുള്ള ഒരു വീടിൻ്റെ മുൻപിൽ ഇവിടെ വന്നിരിക്കുന്നു. മുറ്റത്തെല്ലാം സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. സ്റ്റോണിൻ്റെ ഇടയ്ക്കോടെല്ലാം ഗ്രാസ് വെക്കാനായിട്ടുള്ളതാണ്. മഴ കാരണം ഗ്രാസ് വയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് മാത്രം. 5-6 വീടുകൾ ഒരുമിച്ച് പണിതുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിലാണ് ഈ വീട് വന്നിരിക്കുന്നത്. ഇത് കാണുന്നത് ബസ് റോഡാണ്. അതുകൊണ്ടൊരു റോഡ് സൈഡിൽ പരസ്യ ബോർഡുകൾ വെച്ചിരിക്കുന്നത് നമ്മൾക്ക് കണ്ടു കാണും. അങ്ങനെ ബസ് റോഡിനോട് ഇത്രയും അടുത്തായിട്ട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ വീട്, ഈ ലൊക്കേഷൻ, നല്ല ഹൗസ് പ്ലോട്ടുകൾ, കിണർ വെള്ളം പറ്റാത്ത കിണർ വെള്ളം കിട്ടുന്ന നല്ല ഹൗസ് പ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ടിരിക്കുന്ന നല്ലൊരു മേഖലയിലുള്ള ഈ വീടും സ്ഥലവും ചോദിക്കുന്ന വില നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വില നിലവാരം വെച്ചിട്ട് ഇത് ചോദിക്കുന്ന വില ഒട്ടും കൂടുതലല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ പറയുവാനായിട്ടുള്ള അഭിപ്രായം. നല്ല ഫ്രണ്ടിൽ നോക്കിയാൽ തന്നെ നല്ല ഭംഗിയുള്ളൊരു വീട്. ഇതാണ് നമ്മുടെ വീട് നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. സിറ്റ് ഔട്ട്, നല്ല വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ജനൽപ്പാളികളൊക്കെ തേക്ക് കൊണ്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. കാർ പോർച്ച്, നല്ലൊരു കാർ പോർച്ച്, വണ്ടി നിർത്തി നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറാൻ പാകത്തിന് ഏറ്റവും നല്ലൊരു കാർ പോർച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. ഇത് നേരെ ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നല്ല വിശാലമായൊരു സ്വീകരണമുറി ഇവിടെ ലഭിച്ചിട്ടുണ്ട്. സ്വീകരണമുറി നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണമുറിയിലേക്ക് കയറുമ്പോൾ നല്ലൊരു TV യൂണിറ്റ് കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോളും ഡൈനിങ്ങും തമ്മിലുള്ളൊരു പാർട്ടീഷൻ വർക്കും നമുക്കിവിടെ കാണാം. ഇതൊരു രൂപക്കോഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു സ്വീകരണമുറി തുറന്ന് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെയാണ് വാഷ് കൗണ്ടർ വന്നിരിക്കുക. അത്യാവശ്യം ഫാൻസി ലൈറ്റുകൾ, എല്ലാ സൗകര്യങ്ങളും ഈ വീടിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂമാണ്, 3ഉം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ കിച്ചൺ ഉണ്ട്, വർക്ക് ഏരിയ ഉണ്ട്. എല്ലാം നല്ലൊരു ഭംഗിയായിട്ട്, നല്ലൊരു ഡിസൈനോടുകൂടി, നല്ലൊരു പ്ലാനോടുകൂടി തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഇതാണ് വാഷ് കൗണ്ടർ വന്നിരിക്കുക. വാഷ് കൗണ്ടറിന് സമീപത്തായിട്ട് ഇവിടെ നമ്മുടെ 3 ബെഡ്റൂം, ഇവിടെ 2 ബെഡ്റൂമുണ്ട്. 3 ഫേസ് ആണ് വയറിങ് കൊടുത്തിരിക്കുന്നത്. 3 ഫേസ് കണക്ഷൻ വേണമെന്നുള്ളവർക്ക് 3 ഫേസ് കണക്ഷൻ എടുക്കാവുന്ന രീതിയിൽ വയറിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബെഡ്റൂം തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ നല്ല ഒരു കർട്ടൻ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഈ വീട് മേടിച്ചു കഴിഞ്ഞാൽ ഒരു പണിയും ചെയ്യാനില്ല, മൊത്തം കർട്ടൻ സഹിതം ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഫർണിച്ചർ മേടിച്ചുകൊണ്ടിരിക്കുക, കയറി താമസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് കിടക്കുന്ന വീട്. ഇത് ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് വന്നിരിക്കുന്നത്. ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചൽ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കുമൊക്കെ നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്കും അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഞങ്ങളെ ഫോൺ ചെയ്യുമ്പോൾ ഞങ്ങൾ പറയുന്നതാണ്. നിങ്ങളുടെ സാലറി എത്രയുണ്ട് എന്നും എത്ര വർഷമായി ജോലി ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ലോൺ എത്ര നിങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുക.
ഏതായാലും നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് കണ്ടുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകൾ തന്നെയാണ്. നല്ല ടൈല് വർക്കുകൾ കാര്യങ്ങൾ എല്ലാം ചെയ്തിരിക്കുന്നു. ഇവിടുന്ന് പാലാ ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരവും ഇവിടുന്ന് നേരെ കുറവിലങ്ങാടേക്കുള്ള ദൂരം അല്ലെങ്കിൽ മരങ്ങാട്ടുപള്ളിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരവും, അതുപോലെ തന്നെ കുറവിലങ്ങാടേക്ക് പോകാനായിട്ടൊരു 6-7 കിലോമീറ്റർ ദൂരവുമൊക്കെയാണ്. ഏറ്റുമാനൂർ ടൗണിലേക്ക് പോകുവാനോ അല്ലെങ്കിൽ അങ്ങനെ ഏത് സ്ഥലത്തേക്ക് പോകുവാനും ഈസി ആയിട്ടുള്ള ആക്സസ് ആണ് ഇവിടുന്ന് വരുന്നത്. ഇവിടെ ചേർപ്പങ്കൽ മാർസലിവ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകാൻ, ബ്രില്യൻറ്റിലേക്ക് പോകുവാനായിട്ട് ഇവിടുന്ന് 3 കിലോമീറ്ററാണ് ദൂരം വരിക. അതുപോലെ തന്നെ മാർസലിവ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുവാനായിട്ട് ഇവിടുന്നുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ 6 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടുന്ന് വരിക. അപ്പോൾ മാർസലിവയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും ഇവിടുന്ന് ഈസി ആയിട്ട് വന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ് ഇവിടെ വന്നിരിക്കുക. എല്ലാ സ്കൂൾ ബസ്സുകളും ഇതുവഴി വരുന്നതാണ്. തൊട്ട് താഴെ തന്നെ നമ്മൾ കണ്ടു ബസ് റോഡിലൂടെ പാലായുടെയും കുറവിലങ്ങാടിൻ്റെയും ഏറ്റുമാനൂരിൻ്റെയും എല്ലാ സ്കൂൾ ബസ്സുകളും ഇതുവഴി വരുന്നതാണ്. അതുപോലെ നമുക്ക് കടകളിലേക്ക് പോകുവാനായിട്ട് ഒരു 200 മീറ്റർ ദൂരവും ഒക്കെയാണ് കടകളിലേക്ക് പോകുവാനായിട്ടുള്ളത്. വെള്ളപ്പൊക്ക ഭീഷണികളോ ഉരുൾപൊട്ടൽ ഭീഷണികളോ ഒട്ടുമില്ലാത്ത ഒരു മേഖലയിലാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രൈം ലൊക്കേഷൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് ഈ വീട് വന്നിരിക്കുക. നമ്മൾ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂം കണ്ടു. ഇനി നമ്മൾ നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ ഇലക്ട്രിക് ചിമ്മിനിയെ സ്റ്റൗവൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. തേക്കിൻ തടി കൊണ്ട് മനോഹരമാക്കി എടുത്തിരിക്കുന്ന കബോർഡ് വർക്കുകൾ നമുക്കിവിടെ കാണാം. മനോഹരമായ കബോർഡ് വർക്കുകൾ, അതുപോലെ ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻ്റ് മൊത്തം തേക്കിൻ തടി കൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് ചിമ്മിനിയും സ്റ്റൗവും ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ കബോർഡ് വർക്ക്. ഒരു വീട്ടിൽപ്പെട്ട സാധനങ്ങൾ ഇഷ്ടംപോലെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കബോർഡ് വർക്കുകളാണ്. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെയും നല്ല വർക്ക് ഏരിയയിലും നല്ല കബോർഡ് വർക്കുകൾ വന്നിട്ടുണ്ട്. പുകയില്ലാത്ത അടുപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ഗ്യാസിനുള്ള ക്ഷാമങ്ങളും കാര്യങ്ങളൊക്കെ വരികയും കയറി താമസത്തിന് തീ കത്തിക്കാൻ എവിടെയാണ് കത്തിക്കുന്നതെന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാകാൻ വേണ്ടിയിട്ട് പുകയില്ലാത്ത അടുപ്പും ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മനോഹരമായ വീട്, നല്ല 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട്, ബസ് റോഡുമായിട്ട് 100 മീറ്റർ ദൂരത്തിൽ ഇതുപോലെ നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ തന്നെ ഏത് സൈഡിലേക്കും ഈസി ആയിട്ട് പോകുകയും വരികയും ചെയ്യാവുന്ന രീതിയിൽ അത്രയും എളുപ്പമുള്ള നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് സ്ഥലവും 72 ലക്ഷം രൂപ ചോദിക്കുന്നു. 1650 സ്ക്വയർ ഫീറ്റ്, 10 സെൻറ്റ് സ്ഥലം. അപ്പോൾ ഈ വീട് സ്ഥലവും കാണണം എന്നാഗ്രഹിക്കുന്നവർ ഈ വീഡിയോയോടൊപ്പം ചേർത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഉടനടി വിളിക്കൂ. വന്ന പ്രോപ്പർട്ടി എപ്പോൾ വേണമെങ്കിൽ നേരിട്ട് കാണാവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.